പതിവ് പോലെ കാട്ടിലെ ഒരു ദിവസം. ഹായ് സാറ, സുഖമാണോ? ഹായ് ഡിങ്ക, സുഖമാണല്ലോ. നിനക്കോ? ഇങ്ങനെ പോണു സാറാ. നല്ല വിശപ്പ്. നമുക്ക് വല്ലതും കിട്ടുമോന്ന് നോക്കാൻ പോയാലോ? പോകാം. പക്ഷേ ഒരു പുതിയ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. കടുവയോ? അതെ, ഇന്നലെ ഭീമനെ കണ്ടിരുന്നു. ഭീമനാണ് പറഞ്ഞത് ഈ കടുവ ഭയങ്കര ആക്രമണകാരിയാണെന്നും മുന്നേ ഇതിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലെന്നും. ഓ പിന്നെ ചുമ്മാ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അതുമല്ല, എന്നെ കണ്ടാൽ ഏത് കടുവയും പേടിച്ചോടിക്കോളും. അത് മനസ്സിൽ വെച്ചാൽ മതി. ഇതിനു മുന്നേ ഞാനൊരു കാട്ടുപൂച്ചയെ ഓടിച്ചില്ലേ, അപ്പോഴോ? അതുപോലെയാണോ ഇത്? ഇത് കടുവയല്ലേ? നല്ല ഭാരവും വലിയ വലിയ പല്ലുകളുമുള്ള ജീവിയല്ലേ? ഏതാനയും ഡിങ്കന്റെ മുന്നിൽ ചെറുത് തന്നെ. ആത്മവിശ്വാസമൊക്കെ ആകാം, പക്ഷേ കൂടുതൽ വേണ്ട ഡിങ്ക. ശരി, നീ മുന്നോട്ട് നടക്ക്. A few moments later. അവർ വഴിയിൽ കുഞ്ഞു കിളിയെ കാണുന്നു. ഇതാര്? ഡിങ്കനും ശാരയുമോ? ഇതെങ്ങോട്ടാ കുഞ്ഞു കിളി? അങ്ങനെയൊന്നുമില്ല, വല്ലതും തിന്നാൻ കിട്ടുമോന്ന് നോക്കി ഇറങ്ങിയതാ. അത് കൊള്ളാം. കാട്ടിൽ ഏതോ ഒരു പുതിയ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരു വാർത്ത കേട്ടല്ലോ. അപ്പോ ശരിക്കും കടുവ ഇറങ്ങിയിട്ടുണ്ടോ? ഈശ്വര! ഇത് കേട്ടോ ഡിങ്ക? കേട്ടു കേട്ടു. എന്ത് കടുവ? എന്നെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഒരു കടുവയ്ക്കും കാണില്ല. കടുവയോട് പോയി പറ, അല്ലെങ്കിൽ കടുവ നിന്റെ നേർക്ക് ചാടുമ്പോ പറഞ്ഞാലും മതി. കുഞ്ഞിക്കിളി, വെറുതെ എന്നെ പേടിപ്പിക്കാതെ. എന്തിനാ പേടിക്കുന്നേ? ഞാനുണ്ടല്ലോ കൂടെ. അതു തന്നെയാ പേടി. നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ ഇവിടെ നിന്നും പൊയ്ക്കോ. കടുവയല്ലേ, വന്നാൽ ഞാൻ നോക്കിക്കോളാം. വേണ്ട ഡിങ്ക, ഞങ്ങളും കൂടെ വരാം. വേണ്ടെന്നേ, നിങ്ങൾ പൊയ്ക്കോ. നാളെ കാട്ടിൽ വാർത്ത കേക്കണ്ടേ? കടുവയെ കീഴടക്കിയ ഡിങ്കനെന്ന്. കടുവ തിന്ന ഡിങ്കൻ എന്നാകാതിരുന്നാൽ മതിയായിരുന്നു. അതെ അതെ. ഇല്ല, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഡിങ്കന്റെ നിർബന്ധം കാരണം കുഞ്ഞിക്കിളിയും ജാരയും അവിടെ നിന്ന് പോകുന്നു. കുറച്ച് ധൈര്യമുണ്ടെന്ന് കാണിക്കാം, അല്ലെങ്കിൽ എല്ലാരും എന്റെ തലയിൽ കയറും. ഇപ്പോൾ തന്നെ മണ്ടനാണെന്ന് പറഞ്ഞ് ഒരു വിലയുമില്ല. കടവുൾ പാതി മൃഗം പാതി കലന്ത് ചെയ്ത ഡിങ്കൻ ഞാൻ. ഈശ്വര, ഒരു കടുവയും വരരുതേ. എന്നെ കാത്തുകൊള്ളണമേ. പേടിച്ചിട്ട് മലയാളം പോലും ശരിക്ക് വരുന്നില്ലല്ലോ. ഈശ്വര, കടുവ! കടുവയെ കണ്ട ഡിങ്കൻ ജീവനും കൊണ്ടോടി സാറയുടെയും കുഞ്ഞിക്കിളിയുടെയും അടുത്ത് ചെല്ലുന്നു. എന്താ ഡിങ്ക, ആകെ വിയർത്തിട്ടുണ്ടല്ലോ. ജീവൻ കിട്ടിയത് ഭാഗ്യം അല്ലേ ഡിങ്ക? അതെ അതെ. എന്ത് കടുവ? എന്നെ ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഒരു കടുവയ്ക്കും കാണില്ല. പൊങ്ങച്ചം കൂടുതലായാൽ ഇങ്ങനെ ഇരിക്കും ഡിങ്ക. അതിപ്പോൾ മനസ്സിലായി.